ഭഗവദ്ധ്യാനപൂത്തേന മനസാന്യ തതോ സൃജത്ത് എന്ന് ഭാഗവതം പറയുന്നു. ബ്രഹ്മ കല്ലും മണ്ണും കൊണ്ട് ഉണ്ടാക്കിയതല്ല ഭൂമി. ഭൂഹു എന്നുള്ള ശബ്ദം, ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ അതിനൊരു അർത്ഥമുണ്ടാവണം, വസ്തു ഉണ്ടാവണം. വസ്തുവും അർത്ഥവും, വസ്തുവും വാക്കും പിരിഞ്ഞതല്ല, അത് ഒന്നാണ്, ചേർന്നതാണ്, അത് പിരിയാത്തതാണെന്ന് രാവിലെ നമ്മൾ നോക്കി. അപ്പോൾ ഈ ഭൂഹു എന്നുള്ള ശബ്ദം, അതിൻ്റെ അർത്ഥം എന്താ എന്ന് ബ്രഹ്മ അന്വേഷിക്കും. അതിന് ശബ്ദത്തിനെ അറിയാം, അർത്ഥത്തിനെ അറിഞ്ഞില്ലെങ്കിൽ ആ അർത്ഥം അറിയാനുണ്ട് തപസ്. വേദത്തിൽ തന്നെ ഒരു ഭാഗം, നല്ലൊരു ഭാഗം അത്, യജുർവേദത്തിൽ. പ്രജാപതിരകാമയത പ്രജാസൃജേയേതി സതപോതപ്യത സർപ്പാനസൃജതസോ കാമയത പ്രജാസൃജേയേതി സദ്വിതീയമതപ്യത സഹയാഗസ്യ സൃജതസോ കാമയത പ്രജാസൃജേയേതി എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. പ്രജാപതി അകാമയത, പ്രജാപതിരകാമയത, പ്രജാപതിക്കൊരു ആഗ്രഹം വന്നു. എന്താഗ്രഹം വന്നു? പ്രജാസൃജേയേതി, പ്രജകളെ സൃഷ്ടിക്കണം എന്നൊരാഗ്രഹം വന്നു. പ്രജകളെ സൃഷ്ടിക്കണം, ലോകം സൃഷ്ടിക്കണം, ഭൂമിയെ ഉണ്ടാക്കണം എന്നൊരാഗ്രഹം വന്നാൽ, ലോകങ്ങളെ സൃഷ്ടിക്കണം എന്നൊരാഗ്രഹം വന്നാൽ ഉടനെ നമ്മളൊരു വീട് വയ്ക്കാൻ എന്താ നോക്കുക? ഫസ്റ്റ് കല്ല്, മണ്ണ്, സിമെൻറ്റ്, അത് ഇത്. പക്ഷെ അങ്ങനെ ചെയ്തില്ല. ബ്രഹ്മ തപസ് ചെയ്തു. സതപോതപ്യത, ആദ്യമേ തപസ് ചെയ്തു. ആ തപസ് മൂലം ആദ്യം വന്നു സൃഷ്ടി, പാമ്പ് സൃഷ്ടിയായിട്ട് വന്നു എന്ന് പറയുകയാണ് വേദം. സർപ്പാന സൃജത, അപ്പോൾ പാമ്പിനെ സൃഷ്ടിച്ചു. അയ്യോ ഇത് ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത് വേണ്ട, ഇഴയുന്നത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെയും തപസ് ചെയ്തു. സതപോതപ്യത സർപ്പാന സൃജത സോ കാമയത, പിന്നെയും ആഗ്രഹം വന്നു സൃഷ്ടി ചെയ്യണമെന്ന്. അങ്ങനെ സൃഷ്ടി ചെയ്തപ്പോൾ വയാഗസ്യ സൃജത, ഇഴഞ്ഞത് വേണ്ടെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും പിന്നെന്താ അടുത്തത്? പറക്കുന്നത് വന്നു. വയാഗംസ്യ സൃജത, പറക്കുന്ന പക്ഷികൾ. ഇതെന്താ ഇത്? പറക്കുന്നു, കാലുണ്ട്, പക്ഷെ നടക്കുന്നില്ല, പിടിച്ചു വെച്ചാലും പറന്നു പറന്നു പോകുന്നു, നടക്കുന്നത് വല്ലതും സൃഷ്ടി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെയും സോ കാമയത പ്രജാസൃജേയേതി, പിന്നെയും തപസ് ചെയ്തു. സതപോതപ്യത, അപ്പോൾ കുറച്ച് വാക്കുകൾ കേട്ടു. ആ വാക്കിനെ വെച്ചുകൊണ്ട് തപസ് ചെയ്തു. അങ്ങനെ മനുഷ്യർ വന്നു എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം ചെയ്യുന്നത് തപസ്, അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞു വന്നത്. അങ്ങനെ ബ്രഹ്മ തപസ് ചെയ്തു, തപസ് ചെയ്തു, തപസ് ചെയ്തു. തപസ് ചെയ്യുമ്പോൾ ബ്രഹ്മാവിന് കാണിച്ചു കൊടുക്കപ്പെട്ടത് വൈകുണ്ഠം. വൈകുണ്ഠ രൂപം ഭജേത് എന്ന്, വൈകുണ്ഠ രൂപം ജയേത് എന്ന് ഭട്ടതിരി പറഞ്ഞ് നിർത്തി രാവിലെ. പിന്നെ ഇപ്പോൾ തുടങ്ങുന്നു. നാനാദിവ്യവധൂജനൈഃ അഭിവൃതാ വിദ്യുത്ലതാ തുല്യയാ വിശ്വോന്മാദനഹൃദ്യ ഗാത്രലതയാ വിദ്യോതിതാ സന്തതഃ ശാന്തത്രാഗാ ത്വത്പാദാംബുജ സൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. ആരംഭം തൊട്ട് ബ്രഹ്മ തപസ് ചെയ്തു. ബ്രഹ്മ തപസ് ചെയ്ത് ബ്രഹ്മാവിന് വൈകുണ്ഠം കണ്ടു. ബ്രഹ്മ കണ്ട രീതിയിൽ ഭട്ടതിരി വർണ്ണിച്ചുകൊണ്ടിരുന്നു വൈകുണ്ഠത്തിനെ. ബ്രഹ്മ കണ്ട രീതിയിലല്ല ഭട്ടതിരി ശരിക്കും വൈകുണ്ഠ വർണ്ണനം ചെയ്തത്. ഭട്ടതിരിക്ക് ഗുരുവായൂരപ്പൻ വൈകുണ്ഠം കാണിച്ചു കൊടുക്കുന്നു, ഭട്ടതിരി വർണ്ണിക്കുന്നു. ഗുരുവായൂർ തന്നെ വൈകുണ്ഠം. എന്താ വൈകുണ്ഠത്തിൻ്റെ ക്രൈറ്റീരിയ രാവിലെ പറഞ്ഞു, പിന്നെ അത് പറയുന്നില്ല. വൈകുണ്ഠത്തിൻ്റെ സ്വഭാവം എന്താ? മായയില്ലാത്തത്, കാമമില്ലാത്തത്, ക്രോധമില്ലാത്തത്, ഇത്യാദികളില്ലാത്തത്. അങ്ങനത്തെ വൈകുണ്ഠ ദർശനം, വൈകുണ്ഠ സാക്ഷാത്കാരം അല്ലെങ്കിൽ വൈകുണ്ഠ അനുഭവം ഭട്ടതിരിക്ക് ഗുരുവായൂരിൽ തന്നെ സിദ്ധിക്കുന്നു. അടുത്തത് ആ കണ്ട വൈകുണ്ഠം
എനിക്ക് എപ്പോഴും നിലച്ചിരിക്കണമെന്ന് ഭട്ടതിരി പ്രാർത്ഥന. ഇവിടെ ബ്രഹ്മ കണ്ടതായിട്ട് പറഞ്ഞ ഭട്ടതിരി ഇപ്പൊ പറയുന്നു, തത്തേ പദം ദേഹി മേ, എനിക്ക് താ വൈകുണ്ഠം, എനിക്ക് ഈ വൈകുണ്ഠത്തിന് ശാശ്വതമായിട്ട് എനിക്ക് വേണം. എങ്ങനെയുള്ള വൈകുണ്ഠം? നാനാ ദിവ്യവധൂജനൈഹി അഭിവൃത, നാനാ ദിവ്യവധൂജനൈഹി, സ്ത്രീരത്നങ്ങളാൽ നിറയ്ക്കപ്പെട്ട വൈകുണ്ഠം. വൈകുണ്ഠത്തിൽ കാമമില്ല, ആഗ്രഹമില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാ സ്ത്രീരത്നങ്ങൾ? ഒരു ചോദ്യം വരും. സ്ത്രീ എന്ന് പറയുന്നത് കാമത്തിന് വേണ്ടിയ വസ്തു അല്ല എന്നർത്ഥം. മാത്രമല്ല ഇവിടെ പറയുന്ന സ്ത്രീ ഉപനിഷത് സുന്ദരി മണ്ഡലൈഷ്ഠ എന്ന് അവസാനത്തിൽ അഗ്രേ പശ്യാമി തേജോ നിവിഡഗണായാവലീലോപനീയം എന്നുള്ള അവിടെ പറയുന്ന ഉപനിഷത് സുന്ദരി മണ്ഡലൈഷ്ഠ എന്നുള്ള ആ വൈകുണ്ഠ സുന്ദരികൾ, ഉപനിഷത് സുന്ദരികൾ വളർന്നു നിന്ന് ഭഗവാന് കൈങ്കര്യം ചെയ്യുന്നു. ഓരോ ഉപനിഷത്തും ഭഗവാന് കൈങ്കര്യം ചെയ്യുന്നു. ഘടോപനിഷത്ത് ഭഗവാന് തീർത്ഥ ഘടം കൊണ്ട് കൊടുക്കുന്നു. ബൃഹദാരണ്യക ഉപനിഷത്ത് ഭഗവാന് ചാമരം വീശി കൊടുക്കുന്നു. ശ്വേതാശ്വതര ഉപനിഷത്ത് ഭഗവാന് ശ്വേതഛത്രം വെൺചാമര കൊട പിടിക്കുന്നു. തൈത്തരീയ ഉപനിഷത്ത് ഭഗവാന് താമ്പൂലം ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെ ഓരോരോ ഉപനിഷത്തും ഭഗവാന് കൈങ്കര്യം ചെയ്യുന്നു എന്ന് അവിടെ പറയുന്നതിൻ്റെ സൂചകം ഇവിടെ. നാനാ ദിവ്യവധൂജനൈഹി അഭിവൃത വിദ്യുദ്ലതാ തുല്യയാ. ഭഗവാന് ചെയ്യുന്നത് മാത്രമല്ല, മഹാലക്ഷ്മിക്കും കൂടെ ചെയ്യുന്നു. ഇവരുടെ കൈങ്കര്യമൊക്കെ ദേവിക്കും കൂടെ ചേർത്താണ്. കാരണം ഒരു വിഷയം, ദേവിക്ക് മാത്രം അർഹതപ്പെട്ടതാണ് ഭഗവാൻ. ശേഷശായി ദേവിക്ക് മാത്രം അർഹതപ്പെട്ടത് സേവനത്തിന്. ആ തൊട്ട് സേവനം, ഭഗവാന്റെ തൊട്ട് സേവനം ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. പിന്നെയും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പിന്നെയും ഡെയിലി രാവിലെ ദോശ കഴിക്കുന്നത് അൽക്കുന്നുണ്ടോ, മടുക്കുന്നുണ്ടോ? ഭഗവാന്റെ പാദം എത്രയ്ക്ക് മൃദു എന്ന് ചോദിച്ചാൽ, നമ്മുടെ കണ്ണ് അതിൽ പെട്ടാൽ അതിന് ദൃഷ്ടി വരും. അത്ര മൃദുവായ പാദം, അതിൽ പാട് വരും. നമ്മൾ കണ്ണുകൊണ്ട് അതിൽ നോക്കിയാൽ പാട് വരും, അത്ര മൃദു. ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പത്മനാഭന്റെ ദേഹത്തുള്ള നിർമാല്യ പുഷ്പങ്ങളൊക്കെ കൈകൊണ്ടെടുക്കില്ല, പിന്നെ ചൂലുകൊണ്ടെടുക്കുമോ? മയിൽപ്പീലി കൊണ്ട് തടവി വിടും, അത്ര മൃദു. സാക്ഷാത് വൈകുണ്ഠപതി തന്നെ പത്മനാഭനായി ശയനിക്കുന്നു. നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും മൃദുതരമായത് മയിൽപ്പീലി. അതുകൊണ്ട് വരടിയാലേ പാട് വരും, മയിൽപ്പീലിയുടെ പാട് വരും. അപ്പോൾ മയിൽപ്പീലിനെക്കാട്ടിലും മൃദുവായ ഒന്ന് വേണം ഭഗവാന്റെ പാദസേവനത്തിന്. മയിൽപ്പീലിനെക്കാട്ടിലും മൃദുവായത് എന്താണെന്ന് ചോദിച്ചാൽ മഹാലക്ഷ്മിയുടെ കരം. ആ കരം കൊണ്ട് പാദസേവ ചെയ്യുന്നു. ചിലർക്ക് ഈ തണുപ്പ് ബോഡി ഭയങ്കര സൂക്ഷിച്ച് വെക്കുന്ന ടൈപ്പ് ഓഫ് ബോഡിയാണ് ചിലവരുടെ. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ ഭക്തരുടെ ശരീരത്തിൽ ഭഗവാൻ അഭിമാനമുണ്ട്. പക്ഷെ ഭക്തർ ആ ശരീരത്തിൽ അഭിമാനം വെക്കേണ്ട, കാരണം ഭഗവാൻ നോക്കിക്കോളും. ഭഗവാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല സുഖി. ഭഗവാൻ സുഖി എന്ന് പറഞ്ഞാൽ സുഖി. കിടക്കുന്ന കട്ടില മെത്തയായാലും ശരി, അത് എപ്പോഴും തണുപ്പ് വേണം, മെത്തയ്ക്ക് തണുപ്പ് വേണം. അതിൽ സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ബെഡ്ഷീറ്റൊക്കെ കാണും, അത് 1 വർഷമായി കാണും അലമാരയിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. നനയ്ക്കത്തില്ല, ഒന്നുമില്ല, വെയിലത്ത് ഇടില്ല, അതെന്താ നാറും. പക്ഷെ ഭഗവാന്റെ ബെഡ് അങ്ങനെയുള്ള ബെഡല്ല, എപ്പോഴും മണക്കും. പാമ്പ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? മണം വെച്ചറിയും. രാത്രി ഒരു 10-11 മണിക്കൊക്കെ എവിടെയെങ്കിലും താഴമ്പൂടെ മണം വരുന്നുണ്ടെങ്കിൽ പാമ്പ് വരുന്നു എന്ന് നിശ്ചയിക്കാം. കാരണം അതെപ്പോഴും ഈ താഴമ്പൂ പുതറിലേ കിടക്കുള്ളൂ.
അതുകൊണ്ട് പാമ്പ് വരുന്നു നിശ്ചയിക്കുക. അതുപോലെ ഭഗവാന്റെ ശയനം നല്ല മണക്കും, നാറ്റമേ ഇല്ല, വെയിലത്തൊന്നും ഇടണ്ട. പിന്നെന്താ, നമ്മളൊക്കെ ഇപ്പോൾ പുതിയ പുതിയ പരിഷ്കാരങ്ങളിൽ കട്ടിലിൽ തന്നെ എമർജൻസി ലൈറ്റൊക്കെ വെച്ചിരിക്കും. കറണ്ട് വല്ലതും പോയാൽ അറിയണം, അത് കട്ടിലിൽ തന്നെ സ്വിച്ച് ഉണ്ടാവും. ഇത് ലൈറ്റിൻ്റെ സ്വിച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. ആദിശേഷൻ്റെ പണാമണികളിൽ നിന്ന് 1000 തലയുണ്ട്, 1000 തലയിലും മണികളുണ്ട്, നാഗമണി. ആ നാഗമണിയുടെ പ്രകാശം ജ്വലിക്കും. ആ നാഗമണി തന്നെ കണ്ണാടിയായിട്ട് ഭഗവാൻ ഉപയോഗിക്കും. പത്മനാഭസ്വാമി എങ്ങനെയാണ് കിടക്കുന്നത്? നമ്മൾ നോക്കി കിടക്കുകയല്ല, പത്മനാഭൻ കിടക്കുന്നത് മുകളിൽ നോക്കിയാണ് കിടക്കുന്നത്, അല്ലേ? എന്താ അത് മുകളിൽ നോക്കി കിടക്കുന്നത്? മുകളിൽ നാഗമണിയുണ്ട്. ഭഗവാൻ ഇങ്ങനെ മുകളിൽ നോക്കി കിടക്കുമ്പോൾ ആ നാഗമണി ഓരോരോ നാഗമണിയിലും മഹാലക്ഷ്മിയുടെ മുഖം കാണാം. അങ്ങനെ മഹാലക്ഷ്മിയുടെ മുഖം കണ്ടുകൊണ്ട് ഇങ്ങനെ ഭഗവാൻ കിടക്കുന്നു. അതിന് വേണ്ടിയിട്ട് 1000 തലകളുണ്ട് ആദിശേഷന്. അപ്പോൾ 1000 തല ആദിശേഷനുണ്ടെങ്കിൽ നമുക്ക് ഈ 1000 തലയിലുള്ള നാഗമണിയിലും ഓരോരോ ലക്ഷ്മിനെ കാണണമെങ്കിൽ നമുക്ക് ഓരോരോ തല വേണമെന്ന് പറഞ്ഞ് സഹസ്രശീർഷ പുരുഷ. അത് മഹാലക്ഷ്മിക്ക് തനി പെരുമ, മഹിമ. അങ്ങനെ ആ മഹാലക്ഷ്മിക്ക് സേവ ചെയ്യാനായിട്ട് ഈ ഉപനിഷത്ത് സുന്ദരികൾ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോദിത ആശാന്തരാഗ. മഹാലക്ഷ്മി അഷ്ടോത്തരം, അതിൽ ആദ്യം പ്രകൃത്यै നമഃ, പിന്നെ പറയുന്നത് വികൃത്यै നമഃ, പിന്നെ അറിയോ വിദ്യായൈ നമഃ, ആദ്യത്തെ 3 നാമം. പിന്നെ ഒരു നാമം വരും, ലോകശോക വിനാശിന്യൈ നമഃ. ഇങ്ങനെയൊക്കെ ഓരോരോ നാമം വരും. അതാ ഇവിടെ പറയുന്നത്, മഹാലക്ഷ്മി ഇല്ലെങ്കിൽ സന്തോഷമേ ഇല്ല. കാരണം എന്താ? കഥയും പോകാം, ഇടയ്ക്കിടയ്ക്ക് തത്വത്തിലും പോകാം. ഇരുട്ടെന്ന് പറയുന്ന കൂരിരുട്ട്, അജ്ഞാനത്തിൽ ലയിച്ച് എല്ലാ ജീവനും പ്രളയത്തിൽ കിടക്കും. അങ്ങനെ ഈ പ്രളയം എന്ന് പറയുന്നത് അജ്ഞാനം. ആ അജ്ഞാന സമയം സൃഷ്ടിയില്ല, എല്ലാം അങ്ങനെ മന്ദമായി കിടക്കുകയാണ്. അപ്പം സൃഷ്ടിയില്ല. മഹാലക്ഷ്മി എപ്പോഴാണോ ഭഗവാന് പ്രേരണ കൊടുക്കുന്നത് അപ്പോഴേ സൃഷ്ടി ആരംഭിക്കുള്ളൂ. അതുകൊണ്ട് ആ സൃഷ്ടി കൊണ്ട് ജീവനൊക്കെ എന്താ ഓരോരോ ശരീരമെടുത്ത് ഗുരുവായൂർ പോകുന്നു, ശ്രീരംഗം പോകുന്നു, അനന്തപുരത്തിലോട്ട് വരുന്നു. ഇങ്ങനെ ഇതെന്താ? ഇത് തന്നെയാണ് ഉന്മാദനം, ഇത് തന്നെയാണ് സന്തോഷം. ആ സന്തോഷം ഒരാൾക്ക് രണ്ടാൾക്കല്ല, ലോകം മൊത്തം ഈ സന്തോഷം. വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ. ഭഗവാൻ എങ്ങനെ വർണ്ണിക്കുന്നേ? ആജാനുബാഹുഃ സുശിരഃ സുലലാടഃ സുവിക്രമഃ കമ്പുഗ്രീവഃ ഗൂഢജത്രു. ഇങ്ങനെയൊക്കെ ഭഗവാൻ എന്നെ പറയും. നല്ല 8 അടി ഉയരം. ഇവിടുത്തെ എല്ലൊന്നും കാണില്ല എന്ന്. ഗൂഢജത്രു, ഇവിടുത്തെ എല്ലിൻ്റെ പേര് ജത്രു. അതിനെ ഗൂഢമായിട്ടിരിക്കും, ചത കൊണ്ട് മറച്ചിരിക്കും. നല്ല ഉരുണ്ട് തിരണ്ട ഭുജങ്ങൾ. മഹാലക്ഷ്മി എങ്ങനെയായിരിക്കുന്നത്? ഭഗവാൻ ഇപ്പോൾ നല്ല തമാലവൃക്ഷം പോലെ നല്ല ശരീരം, ആജാനുബാഹു. ദേവിയോ ആ വൃക്ഷത്തിൽ ഒരു പുഷ്പലത വള്ളി ചുറ്റിവിട്ടതുപോലെ ദേവി. വിദ്യോ ഹൃദ്യഗാത്രലതയാ വിദ്യോതിതാശാന്തര. അവൾ എന്ത് ചെയ്യുന്നു? മഹാലക്ഷ്മി ആരുടെങ്കിലും കയ്യിൽ ഒരു 10 ലക്ഷം ഉണ്ടെങ്കിൽ അവനെ പിന്നെ അമ്പലത്തിൽ വരില്ല, ദൈവമില്ല എന്ന് പറഞ്ഞ് തുടങ്ങും, അല്ലേ? പിന്നെന്താ? കുറേ ദിവസം കഴിഞ്ഞ് ഇതൊക്കെ നശിക്കും, ദരിദ്രനാവും. അപ്പോൾ കമ്മ്യൂണിസം തലയിൽ പിടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താവും?
സത്യം അറിഞ്ഞു വരും. അയ്യോ അല്ല, നമ്മൾ പറഞ്ഞത് എന്തോ ഉണ്ട്, നമ്മളെക്കാട്ടിൽ എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് പറഞ്ഞ് സത്യം അറിയും. അതുപോലെ ഒരു 10 ലക്ഷം രൂപ ഉള്ളവൻ്റെ കഥയെ ഇങ്ങനെയാണെങ്കിൽ ആ മഹാലക്ഷ്മിക്ക് സർവസമ്പന്മയി, സമ്പത്ത് എന്ന് പറഞ്ഞാലേ മഹാലക്ഷ്മിയാണ്. അവൾ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ത്വത്പാദാംബുജ സൗരഭൈക കുതുക, നിന്റെ പാദത്തിനെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കുന്നു. ആ പാദസേവയിൽ തന്നെ അതിൽ മാത്രം കുതൂഹലം, വേറൊന്നും ലക്ഷ്യമില്ല. മഹാലക്ഷ്മി കാണിച്ചു തരുന്നു. മഹാലക്ഷ്മിയെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കണം. കുതുക ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യ വിഭവം. ഇങ്ങനെ വിസ്മയനീയം, എല്ലാം കൊണ്ട് വിസ്മയനീയം. നവരത്ര ഖചിതമായ മണ്ഡപങ്ങൾ, ക്ഷീരാബ്ദി, ദിവ്യരത്നങ്ങൾ പതിപ്പിച്ച കവാടങ്ങൾ, മണ്ഡപങ്ങൾ, പുഷ്പലത, തോരണങ്ങൾ, ഇതൊക്കെ എല്ലാം ഓരോന്നും വിസ്മയനീയം. മഹാലക്ഷ്മിയെ പാദസേവ ചെയ്ത് കൊടുക്കുന്ന സ്ഥലം എല്ലാം വിസ്മയനീയം. ആ വിസ്മയനീയമായ മോഹിപ്പിക്കുന്നതായ ശരിയായ മോഹനം ഇതിനോട് മോഹിക്കണം. ബാക്കിയുള്ള വിഷയങ്ങൾക്ക് മോഹം പാടില്ല. പക്ഷെ ഇത് മോഹിക്കണം എന്നുള്ളത് കൊണ്ട് ബ്രഹ്മ പറയുന്നതായിട്ട് പറയാതെ ഭട്ടതിരി പറയുന്നു, തത്തേ പദം ദേഹി മേ, എനിക്ക് ആ വൈകുണ്ഠം താ. എങ്ങനെ താ? ശാശ്വതമായിട്ട് താ. കാരണം കണ്ടോണ്ടിരിക്കുകയാണ്, കണ്ട് മറിഞ്ഞ് പോകാൻ പാടില്ല. സീരിയൽ ലൈറ്റ് പോലെ പോകാതെ സദാ നിരസ്ത കുഹകം എന്ന് പറയുന്ന പോലെ ധാംനാ സ്വേന സദാ നിരസ്ത കുഹകം, ഇരുട്ടില്ലാതെ ആക്കുന്ന ആ വൈകുണ്ഠം സദാ എനിക്ക് ശാശ്വതമായിട്ട്. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടകടകാദി ആകൽപദ്ദീപ്രാകൃതി ശ്രീവത്സാങ്കിത ആർത്തകൗസ്തുഭമണിഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷത വിധിഃ തത്തേ വിഭോ ഭാതു മേ. ഗുരുവായൂരപ്പൻ പറഞ്ഞു, ഭട്ടതിരി നാരായണീയം മുകളിൽ പോകണം. തത്തേ പദം ദേഹിമേന്ന് ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ഗുരുവായൂരപ്പൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ വൈകുണ്ഠത്തിലോട്ട് കൊണ്ടുപോയാൽ, ഇല്ലെങ്കിൽ വൈകുണ്ഠം തന്നെ ഇപ്പോൾ തന്നാൽ ഇവിടെ എത്രയായി? 7ാമത്തെ ദശകത്തിലോടെ നിൽക്കും. 7ാമത്തെ ദശകം 4ാമത്തെ ശ്ലോകം 5ാമത്തെ ശ്ലോകത്തോടെ നിൽക്കും. ഇതേ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, എന്ന് തീരും. 7 ആയുള്ളൂ, 5 ആയുള്ളൂ. അതുകൊണ്ട് ഇപ്പം തരുന്നില്ല, ശാശ്വതമായ വൈകുണ്ഠം ഇപ്പം തരുന്നില്ല, അത് നിനക്ക് തന്നെയുണ്ട്. ഇപ്പം പിന്നെ കഥയ്ക്ക് വാ എന്ന് പറഞ്ഞു ഗുരുവായൂരപ്പൻ ഭട്ടതിരിക്ക്. അപ്പോൾ ഭട്ടതിരിക്ക് പ്രജ്ഞ വന്നു. അങ്ങനെ തത്രൈവം ഏവം തത്ര പ്രദർശിതേ നിജപതേ, ഇങ്ങനെ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തല്ലോ പ്രഭോ. എന്താ കാണിച്ചു കൊടുത്ത? നിജപദം എന്ന് പറഞ്ഞാൽ സ്വധാമം, ഭഗവത് രൂപം. ബ്രഹ്മാവിന് ഭഗവത് രൂപ സാക്ഷാത്കാരമാണ് വൈകുണ്ഠ ദർശനം, അല്ലാതെ വേറൊന്നുമില്ല. അവിടെ ഭഗവാൻ എങ്ങനെ ഇരിക്കുന്നു? രത്നസിംഹാസനത്തിൽ പരമപദനാഥനായിട്ടിരിക്കുന്നു. രത്നസിംഹാസനത്തിൽ പരമപദനാഥനായിട്ട് ഭൂദേവി, ശ്രീദേവി, നീളാദേവിയോട് കൂടി ഒരു കാലിൻ്റെ പുറത്ത് വേറൊരു കാലിട്ട് വീരാസനത്തിൽ ഭഗവാൻ ഇരിക്കുന്നു. അത് കാണിച്ചു കൊടുത്തു. അവിടെ ഈ പരമപദനാഥൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? എല്ലാവരും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണാൻ വഴിയില്ല, സെർച്ച് ചെയ്ത് നോക്കാം. ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും. പരമപദനാഥൻ എന്ന് പറഞ്ഞ് എങ്ങനെ ഇരിക്കും? വലതുവശം ഭൂദേവി, നീളാദേവി, ഇടതുവശം ശ്രീദേവി,
ഒരു കൈ ഇങ്ങനെ വെച്ചിട്ടിരിക്കും, അഭയം കൊടുക്കുന്നതായിട്ട്, അഭയം കൊടുക്കുന്ന ഒരു കൈ. മറ്റേ ഒരു കൈ ഒരു ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ വരദഹസ്തമായിട്ട് ഇരിക്കുന്നതായിരിക്കും. പക്ഷെ അല്ല, അവിടെ വരദഹസ്തമല്ല. പരമപദനാഥൻ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, ഇങ്ങനെയല്ല, ഇങ്ങനെയാക്കിയത് വരദഹസ്തം. ഇത് കുറച്ച് സ്ലൈഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. എന്താ താത്പര്യം? അർച്ചരാദി മാർഗം വഴി ജീവൻ മുക്തനായി വരുന്ന ജീവൻ നേരെ വന്നിരിക്കേണ്ടത് എൻ്റെ മടി. ആ മടിയിലോട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ദേവീനെ കൂടെ കുറച്ച് തള്ളി നിർത്തിയിട്ട് മടി കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ തുട കാണിച്ചുകൊണ്ട് പരമപദനാഥൻ ഇരിക്കുന്നു. തുടയിലിരിക്കാൻ പറയാനായിട്ട് ഭഗവാന്റെ മടിയിലാണ് ഒരു ജീവൻ പോയി ഇരിക്കുന്നതെന്ന് താത്പര്യം. അങ്ങനെ വീരാസനത്തിലിരിക്കുന്ന ഭഗവാൻ ഭാസ്വത്കോടി ലസത്കിരീട കടകാദ്യാകൽപതി പ്രാകൃതി. ആകൃതിയെ പ്രകാശം, ദീപ്രാകൃതി. അത് എങ്ങനത്തെ പ്രകാശം? ഭാസ്വത്ത് ദീപ്രാകൃതി, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശം, അണയാത്ത പ്രകാശം, ആത്മദീപം, ജ്ഞാനദീപം. ജ്ഞാനം, ആ ജ്ഞാനം എന്ന് പറയുന്ന പ്രകാശം അണയത്തേയില്ല. ആ പ്രകാശം ഭാസ്വത്കോടി ലസത് കിരീട കടകാത്യാകൽപതി പ്രാകൃതി. ഭഗവാനെ കാണുന്നു, പരമപദനാഥൻ ഇരിക്കുന്നു. നല്ല വിലയുയർന്ന കിരീടം, വിലയുയർന്ന കുണ്ടലം. ആ പ്രകാശം തന്നെ ബ്രഹ്മാവിൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. ബ്രഹ്മാവിൻ്റെ കണ്ണെന്ന് പറയുന്നത് ജീവൻ്റെ കണ്ണ്. ജീവൻ്റെ കണ്ണ് എപ്പോഴും ഇതിലായിരിക്കും, ലോകവിഷയത്തിലായിരിക്കും. ലോകവിഷയത്തിലെ മങ്ങിക്കണം. ലോകവിഷയത്തിൽ നിന്നുള്ള ആഗ്രഹം വിടണമെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ട് നല്ല ഉത്തമമായ ഒരു പ്രകാശം കണ്ണിലടിച്ചാൽ ആ കണ്ണ് മങ്ങും. അതുപോലെ ലോകവിഷയത്തിൽ നിന്നും ഒരു മങ്ങൽ ഭഗവാന്റെ കിരീടം കൊടുക്കുന്നു. അത് മാത്രമല്ല, ശ്രീവത്സാങ്കിതമാർത്തകൗസ്തുഭമണിച്ഛായാരുണം കാരണം. ശ്രീവത്സാങ്കിതമായ ഭഗവാൻ ഉലയർന്ന കൗസ്തുഭമണി കണ്ഠത്തിലിട്ട് മണിച്ഛായാരുണം, അത് കൊടയും ഒക്കെ വെച്ച് വിശ്വേഷാം തവ രൂപമൈക്ഷത വിധി, വിശ്വേഷാം തവ രൂപമൈക്ഷത. അങ്ങനെ നേരെ ആര് കാണുന്നു? വിധി കാണുന്നു. വിധി ബ്രഹ്മ. ബ്രഹ്മ ഈ ഭഗവാന്റെ രൂപം കണ്ടിട്ട് അങ്ങനെ ഭ്രമിച്ച് നിൽക്കുന്നു. ഗുരുവായൂരപ്പ, വിഭോ, ആ പ്രകാശമില്ലേ, ആ പ്രകാശം, ശാശ്വതമായ പ്രകാശം, ആ പ്രകാശം വിഭോ ഭാതു മേ. ഗുരുവായൂരപ്പ, നിന്റെ ആ ശാശ്വതമായ പ്രകാശം എന്നിലും അടിക്കട്ടെ എന്ന് ഇവിടെ ഒരു പ്രാർത്ഥന. കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനം ഉദാരമന്ദഹസിതസ്യന്തപ്രസന്നാനം രാജത്കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സുഷ്ടുതുഷ്ടികരം വപുസ്തവ വിഭോ മത് രോഗം ഉദ്വാസയേത്. കാളാംബോധകളായ കോമളരുചി. അനേകം നാരീമണികളുടെ ചിലങ്ക കൊഞ്ചും വൈകുണ്ഠം. ആ വൈകുണ്ഠത്തിൽ ഓരോരോ ദിശയിലും നോക്കി 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 വിഴയുന്ന ചക്രം. അവിടെ ഭഗവാന്റെ മുഖം, പ്രസന്നമായിട്ടിരിക്കുന്ന മുഖം, എപ്പോഴും ദുഃഖമേ ഇല്ലാതെ മന്ദഹാസം, അവ്യാജ മന്ദഹാസം. ആരെങ്കിലും ഒരു 500 1000 കൊണ്ട് കൊടുത്താൽ ചിരിക്കും, ചിരിച്ച് കാണിച്ചിട്ട് പറയും. അങ്ങനെയല്ലാതെ അവ്യാജം, ഒരു വ്യാജവുമില്ല ആ ചിരിപ്പിന്. എങ്ങനെയുള്ള ചിരിപ്പ്? 1 കോടി കൊടുത്താലും വരാത്ത ചിരിപ്പ് മനുഷ്യർക്ക്. ദിവ്യസ്മിതം, മന്ദസ്മിതം, അവ്യാജ മന്ദസ്മിതം.
അങ്ങനെ പ്രസന്നവദനായി വന്നവരെയും പോകുന്നവരെയും വരുന്നവരെയൊക്കെ എല്ലാവരുടെ അടുത്തും ഓരോന്നും അവരവരുടെ കുശല പ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നത് പോലെ ഒരു ചിരി. എന്ത് ദുഃഖമുണ്ടായാലും ആ മുഖം അങ്ങനെ വിചാരിക്കുമ്പോൾ, ആ ചിരിനെ കാണുമ്പോൾ ദുഃഖമൊക്കെ പറന്നു പോവും. ഒരു മരത്തിൻ്റെ താഴെ വന്ന് ഇരുന്ന് വെടിവെക്കുമ്പോൾ പക്ഷികളൊക്കെ പറന്നു പോകും, നാനാദിശ നോക്കി പറന്നു പോകുന്നത് പോലെ ഭഗവാന്റെ ചിരി കൊണ്ട് മാത്രം സർവ്വ ദുഃഖങ്ങളും നാനാദിശ നോക്കി പറന്നു പോകും. ആ സ്മിതം മന്ദഹസിത ഉദാരമന്ദഹസിത ശബ്ദപ്രസന്നാനനം. എപ്പോഴും ഇന്ന് ചിരിക്കും ചിലവർ, നാളെ ചിരിക്കില്ല. നാളെ നമ്മളെ കണ്ടാൽ തന്നെ അതുവഴി ഓടിക്കളയും, ഇല്ലെങ്കിൽ മുഖം താഴ്ത്തിയിട്ടുകൊണ്ട് നടക്കും. ഇവ പുതിയൊരു ടെക്നിക്കുണ്ട്, ഫോൺ എടുത്ത് കാതിൽ വെച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പോകുന്ന പോലെ പോകും. ഇതൊന്നുണ്ട്. ഭഗവാൻ പ്രസന്നാണ്. എന്ത് ചെയ്തില്ല ഒന്നും നോക്കില്ല. ഈ പ്രസന്നവദനം ഒരിക്കലും നഷ്ടമല്ല ഭഗവാന്റെ. രാജത്കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം. അല്ല, കമ്പു എന്ന് വെച്ചാൽ ശംഖ്. രാജക്കമ്പു ചൊവേത് ശംഖ് മിന്നുന്നു, ചുവപ്പായിട്ട് മിന്നുന്നു. ശംഖ് സാധാരണ വെള്ളയല്ലേ, നോക്കിയാൽ ഭഗവാന്റെ ശംഖ് ചുവപ്പ്, അത് വെള്ള തന്നെയാണ്. പക്ഷേ ഭാഗവതം പറയുന്നു ഭഗവാന്റെ ആധാരശോണ ഭഗവാന്റെ ചുണ്ട് ചുവപ്പ്. ഇടയ്ക്കിടയ്ക്ക് ഇത് ഭഗവാന്റെ ചുണ്ടിൽ പോയിട്ട് വരും. അങ്ങനെ പോയിട്ട് വരെ അതിൻ്റെ നിറവും ചുവപ്പായിട്ട് മാറി. ആ ഭഗവാന്റെ ചുണ്ടിൻ്റെ നിറം നല്ല ചുവപ്പ്. ആ ചുവപ്പ് ഈ ശംഖിലും ഈഷി. കരിമുറിയിൽ പോയിട്ട് വന്നാൽ ആ ഡ്രസ്സിൽ കരിയാവാതിരിക്കുമോ? അതുപോലെ കരിയാതെ ചെയ്യും. അതുപോലെ ശംഖ് ഭഗവാന്റെ വായിക്ക് അടുത്ത് കൂടെ പോയിട്ട് വന്നാൽ ചുവപ്പാവും. ആ ചുവപ്പിലിരിക്കുകയാണ്. രാജത്ത് രജത്ത് രണ്ട് വാക്കുണ്ട്. രജത്ത് എന്ന് പറഞ്ഞാൽ ചുവപ്പ്, രാജത്ത് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത്. രാജത് കംഭു ഗദാരി പങ്കജധര. ഹരിചക്രം, ശംഖ്, ചക്രം, ഗദ, പത്മം ധരിച്ചിരിക്കുന്ന ശ്രീമദ്ഭുജാമണ്ഡലം. ശ്രീയോടുകൂടിയ തിരുനാൾ കൈകൾ. ഭുജാമണ്ഡലം, 4 കൈയിൽ 4 വിഷയം. അതെല്ലാം ശ്രീയോടിരിക്കുന്നു. അതെങ്ങനെ ശ്രീയോടിരിക്കുന്നു? കൈക്ക് എങ്ങനെ ശ്രീത്വം വരും? ശംഖിനെങ്ങനെ ശ്രീത്വം വരും? സ്ത്രീത്വമല്ല, ശ്രീത്വം. ചക്രത്തിന് ശ്രീത്വം എങ്ങനെയാ വരും? നോക്കിയാൽ മഹാലക്ഷ്മി പാദസേവ ചെയ്യേ ചുമ്മാ ഇരിക്കില്ല. മഹാലക്ഷ്മിയുടെ കണ്ണ് ഭ്രമരം പോലെ ഭഗവാന്റെ ഓരോ അംഗപ്രത്യംഗമായിട്ട് നോക്കി വരെ എവിടെയൊക്കെയാണോ മഹാലക്ഷ്മിയുടെ കടാക്ഷം വീഴുന്നിരിക്കുന്നത് അവിടെയൊക്കെ ശ്രീത്വം. അങ്ങനെ ഭഗവാന്റെ കയ്യിൽ ശ്രീമദ് ഭുജാമണ്ഡലം. സൃഷ്ടുതുഷ്ടികരം വപുസ്തവ വിഭോ. സൃഷ്ടു ബ്രഹ്മാവിന് ആനന്ദം കൊടുക്കുന്ന വപുസ്, ആ ഉടൽ, തിരുവുടൽ. തവ വിഭോ, അങ്ങനെയുള്ള വപുസ്, ശിരസ് ഇല്ലെങ്കിൽ മുഖം ഇല്ലെങ്കിൽ ശരീരം. എന്താ ചെയ്യണ്ടേ ഭട്ടതിരി ഇപ്പോൾ വേണ്ടേ? തത്തേ വപു തവ വിഭോ മദ്രോഗമുദ്വാസയേത്. കൃഷ്ണ, എന്നെ കൊണ്ട് കഴിയുന്നില്ല. എന്താ കഴിയാത്ത? നാരായണിയെ എഴുതാൻ കഴിയുന്നില്ല എന്നാണോ? അല്ല, അത് ഞാൻ ചെയ്യുന്നില്ലല്ലോ. നാരായണിയെ ഞാൻ എഴുതുന്നില്ല. പിന്നെയോ, എനിക്ക് ഈ വൈകുണ്ഠ രൂപത്തെ വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല.
അതുകൊണ്ട് എൻ്റെ രോഗം എന്താ രോഗം? സംസാര രോഗത്തിൽ നിന്ന് എന്നെ ഉദ്വാസയേത്, എന്നെ കൊണ്ടുപോയാലും ഇങ്ങോട്ടേക്ക് വൈകുണ്ഠത്തിലേക്ക്. സാക്ഷാത്കാരം കിട്ടിയ ഒരു ഭക്തൻ്റെ പ്രലോഭനങ്ങളാണ് ഇതൊക്കെ. ഇത് പുലമ്പൽ എന്ന് പറയാം. എന്താ പറയുക, വാക്കറിയില്ല. അങ്ങനെ ഉള്ള വൈകുണ്ഠം എനിക്ക് സദാ എന്നെ വിട്ടുപോകാതിരിക്കട്ടെ. ദൃഷ്ട്വാ സംഭൃത സംഭ്രമഃ കമലഭൂഃ ത്വത്പാദപാഥോരുഹേ ഹർഷാവേശ വശംവദഃ നിപതിതഃ പ്രീത്യാ കൃതാർത്ഥി ഭവാൻ. ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തഥാ പാദയ. ദ്വൈത അദ്വൈത ഭവത്സ്വരൂപ പരം ഇതി ആചഷ്ടതം ത്വാം ഭജേയേ. ഗുരുവായൂരപ്പ, ബ്രഹ്മാവ് ഭഗവാനെ സ്തോത്രം ചെയ്തോ എന്ന് ഭട്ടതിരി ചോദിച്ചു. കൃഷ്ണൻ അതേന്ന് പറഞ്ഞു. ദൃഷ്ട്വാ സംഭൃത സംഭ്രമഃ, ഇങ്ങനെ എല്ലാമായും വിളങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രകാശരൂപനായ ഭഗവാനെ കണ്ട ബ്രഹ്മ ത്വത്പാദപാഥോരുഹേ ഹർഷാവേശവശംവദഃ, ചരണത്തിൽ വീണു, ശരണാഗതി. എന്നിട്ടോ കണ്ട സന്തോഷം. നമുക്ക് തന്നെ ഒരു വലിയൊരു മഹാത്മാവിനെ കാണുമ്പോൾ വാക്ക് വരില്ല. ഇല്ലെങ്കിൽ വാക്ക് വന്നാൽ സന്തോഷത്തിൽ എന്തെങ്കിലും പോയി പറയും. അത് അവർക്ക് നന്നായിട്ടറിയാം. ഇത് ആവേശത്തിൽ പറയുകയാണ്. ഹർഷാവേശം, ആ ആവേശം ബ്രഹ്മാവിന് ഒരു സമനിലയില്ലാതെ പരവശമായി നിന്ന് പറയുന്നത് പോലെ പറയുന്നു എന്ന് ഭട്ടതിരി ഇവിടെ പറയുന്നു. നിപതിതഃ പ്രീത്യാ കൃതാർത്ഥി ഭവാൻ ഭവൻ, പ്രീത്യാ കൃതാർത്ഥി ഭവൻ. അങ്ങനെ ഭഗവാന്റെ കാൽകൾ വീണിട്ട് പറയാണ്, ജ്ഞാതോസി മേദ്യ സുചിരാനു ദേഹവാജം ന ജ്ഞായത്തെ ഭഗവതോ ഗതിരിത്യവധ്യം നാന്യത്വതസ്തി ഭഗവന്നപി തല്ല ശുദ്ധം മായാഗുണവ്യതികരാത് യദുർഭവാസി യദുർവിഭാസി. ശ്രീ ഭാഗവതം ബ്രഹ്മസ്തുതി. ഞാൻ അറിഞ്ഞു എന്ന് പറയാതെ എന്നെ അറിയിച്ചു എന്ന് പറഞ്ഞു. ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തഥാ പാദയ. എനിക്ക് ജ്ഞാനം വേണം. അവിടെ പ്രാർത്ഥന. കണ്ടു, കാണിച്ചു തന്നു. ഞാൻ കണ്ടില്ല, എൻ്റെ സാമർഥ്യമല്ല കാണുക. നമ്മുടെ സാമർഥ്യം കൊണ്ട് കാണാൻ പറ്റുമോ? നമ്മുടെ സാമർഥ്യം കൊണ്ട് ഇവിടെ നിന്ന് 5 മണിക്ക് മുമ്പ് ബസ് സ്റ്റാൻഡിൽ പോകണമെന്ന് വിചാരിച്ചാലേ നടക്കുന്നില്ല. പിന്നെന്താ ഉള്ളത്? അപ്പോൾ ഞാൻ അറിഞ്ഞുമില്ല, അറിയിച്ചു. എന്നെ എന്തറിയിച്ചു? നീ രൂപം എനിക്ക് കാണിച്ചു തന്നു. ഇനി എനിക്ക് എന്താ വേണ്ടേ? ജ്ഞാനം വേണം. എന്ത് ജ്ഞാനം വേണം? അദ്വൈത ദ്വൈത ഭവത് സ്വരൂപ പരം. സിദ്ധാന്തത്തിന് വിരോധമായിട്ട് ബ്രഹ്മ സംസാരിക്കുന്നു എന്ന് വിചാരിക്കും. എനിക്ക് ദ്വൈതജ്ഞാനവും വേണം അദ്വൈതജ്ഞാനവും വേണം എന്ന് പറഞ്ഞാൽ എന്തായത്? മാധ്വാചാര്യരുടെ അടുത്തും പോകണം, ശങ്കരാചാര്യരുടെ അടുത്തും പോകണം, രാമാനുജരുടെ അടുത്തും പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ അദ്വൈതിയാണ്, പക്ഷെ ഞാൻ വിശിഷ്ടാദ്വൈതിയാണ്. അതെന്താ? അത് നിന്നുകൊണ്ടേ നടക്കാൻ പറ്റൂല, നടന്നുകൊണ്ടേ ഇരിക്കാൻ പറ്റില്ല. അപ്പം ഇതെന്താ? ദ്വൈത അദ്വൈത ജ്ഞാനം എന്ന് പറഞ്ഞാൽ സ്വരൂപമായിട്ടും സാകാരമായിട്ടും സഗുണസാകാരത്തോടിരിക്കുന്ന ഭഗവത് രൂപജ്ഞാനവും നിർഗുണ നിരാകാരമായ ഭഗവത് രൂപജ്ഞാനവും എനിക്ക് വേണം എന്ന് ബ്രഹ്മ ചോദിക്കുന്നു. നിർഗുണ നിരാകാര രൂപ ഭഗവത് ധ്യാനം ഉണ്ടെങ്കിൽ ഈ സൃഷ്ടി ചെയ്യുന്നതിൽ എനിക്ക് അഹങ്കാരം ഉണ്ടാവില്ല. അതുപോലെ സഗുണ സാകാരമായ ഭഗവത് രൂപജ്ഞാനമുണ്ടെങ്കിൽ, സഗുണ സാകാരം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണ്, കയ്യ്, കാത് ഒക്കെ ഉള്ള ഭഗവാൻ.
നിർഗുണ നിരാകാരം എന്ന് വെച്ചാൽ എന്താ? ഇതൊന്നും ഇല്ലാത്ത പരബ്രഹ്മം എന്നർത്ഥം. ഇതേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഈ സഗുണ സാകാരമായിട്ടുള്ള ജ്ഞാനം, ആ ജ്ഞാനം എനിക്ക് തന്നാൽ എനിക്ക് എന്താ അതിൽ കിട്ടുക? ഞാൻ സൃഷ്ടി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് നിൻ്റെ തലയിൽ എടുത്തിടാം. ഞാൻ തന്നെ ചെയ്താലും എന്നിൽ ഇരുന്ന് നീ ചെയ്യിക്കുന്നു എന്ന് എനിക്ക് പറയാം. ഇതിനൊരു യജമാനനെ തേടാം, എനിക്കൊരു യജമാനനെ തേടാം എന്ന് പറഞ്ഞ് ബ്രഹ്മ പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ അടുത്ത്. അങ്ങനെ ബ്രഹ്മാവാൽ പ്രാർത്ഥിക്കുക. ഇത് വലിയ ഒരു വിഷയം. ഇത് പറയാൻ തുടങ്ങിയാൽ ഇന്ന് തീരില്ല. 4 അങ്ങനെ ഭഗവാന്റെ അടുത്ത് ബ്രഹ്മ പ്രാർത്ഥിക്കുന്നു, ജ്ഞാനം വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. ജിജ്ഞാസുവായ ബ്രഹ്മ ജിജ്ഞാസു ബ്രഹ്മ സൃഷ്ടി ചെയ്യാൻ പോകുന്നു. പക്ഷെ സൃഷ്ടി ചെയ്യണമെങ്കിൽ ഞാൻ കർത്ത, ഞാൻ സൃഷ്ടി ചെയ്യുന്നു, ഇതെൻ്റേത് എന്നുള്ള അഭിമാനമോ അഹങ്കാരമോ ഉണ്ടെങ്കിൽ അത് ബന്ധനസ്ഥനാകും ബ്രഹ്മാവിനെ. അത് ബാധ്യതപ്പെടുത്തും. പിന്നെ എന്താ? പിന്നെയും സംസാരം. പിന്നെ കർമ്മം ചെയ്യുന്നു, അതുകൊണ്ടുള്ള കർമ്മഫലം അനുഭവിക്കാൻ പിന്നെയും ജന്മ. കർമ്മം ചെയ്യുന്നു, കർമ്മഫലം അനുഭവിക്കാനുള്ള ജന്മ എന്നും പറഞ്ഞ് കർമ്മം ചെയ്യാതിരിക്കാനും പറ്റില്ല. പിന്നെ എങ്ങനെ ഇത് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ആജ്ഞ അല്ലാതെ വേറൊന്നും ഇതിലില്ല എന്ന് ആ ഭഗവാന്റെ അടുക്കൽ പരിപൂർണ ശരണാഗതിയോടെ കർമ്മ ചെയ്താൽ, ഭഗവാന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കർത്തൃത്വം ഭോക്തൃത്വം രണ്ടും ഉണ്ടാവില്ല. കർത്തൃത്വം എന്ന് പറഞ്ഞാൽ ഞാൻ കർത്ത എന്നുള്ള അഭിമാനവും, ഭോക്തൃത്വം എന്ന് പറഞ്ഞാൽ കർമ്മം കൊണ്ടുവരുന്ന ഫലനം എനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. കാരണം ഏത് കർമ്മം ചെയ്താലും പാപം പുണ്യം എന്ന് പറഞ്ഞ് 2 ഫലമുണ്ട്. അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റില്ല. അങ്ങനെ എസ്കേപ്പ് ആകണമെങ്കിൽ ഈ കർമ്മം ഞാൻ ചെയ്യുന്നതല്ല, ഇതിൻ്റെ ഫലനം എനിക്കല്ല എന്നുള്ള പരിപൂർണമായ ജ്ഞാനം, കർമ്മയോഗം വേണം എന്ന് ബ്രഹ്മ പ്രാർത്ഥിക്കുന്നു. ഗോപികാ ജീവനസ്മരണം